നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ വിശാഖ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പറ്റിയ ഒരു മാസമാണ്. കാരണം 9ാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ മെയ് മാസം 14-ാം തീയതി വരെയൊക്കെ അഷ്ടമത്തിലായിരുന്നു വ്യാഴം. എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരുന്നു. എന്നാൽ ഈ മാസത്തിൽ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ നല്ല രീതിയിൽ അനുഭവിക്കാനായിട്ട് ജൂലൈ മാസത്തിൽ യോഗമുണ്ട്. കാരണം ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. എന്ത് പ്രതിസന്ധി വന്നാലും ദൈവാധീനം കൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ ലഘൂകരിച്ച് അനുകൂലമാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. മാത്രമല്ല, ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന പറഞ്ഞാൽ അവനവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. കർമ്മസ്ഥാനത്താണ് ഭാഗ്യാധിപതിയും ലാഭാധിപതിയും നിൽക്കുന്നത്. അപ്പം ഭാഗ്യ ലാഭാധിപന്മാരുടെ യോഗം കർമ്മസ്ഥാനത്ത് വന്നത് കാരണം, അതായത് നിപുണായോഗമാണ് വന്നിരിക്കുന്നത്. യോഗകാരകത്വം കർമ്മസ്ഥാനത്ത് വന്നത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്, നിപുണായോഗമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിപുണത പ്രദർശിപ്പിക്കാനും വേണ്ട രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ അനുകൂലമാക്കി എടുക്കാനും സാധിക്കുന്ന ഒരു മാസം കൂടിയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാകുന്നൊരവസ്ഥയാണ്. 5ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. 5ാം ഭാവാധിപതി 6ലാണ്. അപ്പോൾ അങ്ങനെ ഉള്ളത് കാരണം ശത്രുസ്ഥാനത്ത് 5ാം ഭാവാധിപതി പോയി നിൽക്കുന്നത് കൊണ്ടും ഭവന സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാകുക. സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അതേപോലെ കാലിന് മുട്ടിനതായിട്ടുള്ള ഭാഗത്തുള്ള വേദന, രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട്. 7ാം ഭാവാധിപതി ബാധയിൽ നിൽക്കുന്ന കാരണം ഭാര്യയ്ക്ക് ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ പരസ്പരം മാനസികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതല്ലേ ഭാര്യയുടെ രോഗാവസ്ഥകൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ശത്രുദോഷ പരിഹാരമായിട്ട് സുദർശന പുഷ്പാഞ്ജലി നെയ്വിളക്കും വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നത് നല്ലതാണ്. ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യുക, നാഗപൂജ ചെയ്യുക. ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ, പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസത്തിൽ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയിൽ ജനിച്ചവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അത്ര ഗുണം പറഞ്ഞുകൂടെ. അഷ്ടമത്തിൽ വ്യാഴം മറഞ്ഞതുകൊണ്ട് ദൈവാധീനക്കുറവ് ഒരു പ്രധാന പ്രശ്നമാണ്. എങ്കിലും മാളവ്യയോഗമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. എങ്കിലും വ്യാഴപ്പഴമുള്ളതിനുള്ള പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യുകയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം. കാരണം അലസപ്രേഷ നിരാനകാരകനായിരിക്കുന്ന ശനി 5ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം നിരാശ പോലെയുള്ള കാര്യങ്ങൾ, അലസത വർദ്ധിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, വിപരീത സ്വഭാവമാണ്. കർമ്മസ്ഥാനത്ത് ചൊവ്വയോട് ചേർന്ന് ഘടകാരകനായിരിക്കുന്ന കേതുവാണ്. ഇടയ്ക്കിടയ്ക്ക് തൊഴിൽ തടസ്സം വരാനുള്ള സാധ്യതയും തൊഴിൽ മേഖലയിൽ സംഘർഷങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുമുള്ള സമയമാണ്. അത് കാരണം കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുകയും നല്ല വഴിപാട്, നല്ല പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വൃശ്ചിക രാശിയുടെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവർ നിർബന്ധമായിട്ടും ചെയ്യണം. 4 നിൽക്കുന്ന രാഹുവാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, കാലിൻ്റെ മുട്ടിന് വേദന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ള സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിക്കുകയും നാഗപൂജ ചെയ്യാനും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യാനും ശ്രദ്ധിക്കുന്നതും പ്രാർത്ഥിക്കേണ്ടതും ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.